ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും സ്പെഷ്യൽ ഹായ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുമല്ലോ. ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു നൈറ്റ് വ്ളോഗ് എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയാം ഗൈസ്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ, പാറുക്കുട്ടി ഇവിടെ ഇല്ല. പാറുക്കുട്ടി കുഞ്ഞിയുടെ വീട്ടിൽ പോയിക്കാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായി കേട്ടോ പോയിട്ട്. അപ്പോൾ പാറുവിനെ പോയി പിക്ക് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് എനിക്കിവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പാറുവിനെ പോയി പിക്ക് ചെയ്യാനായിട്ട്. ദേ ഇവിടെ കണ്ടോ, പാറു ഇല്ലാത്തതുകൊണ്ട് റൂം ഓൾമോസ്റ്റ് കച്ചടായിട്ട് കിടക്കുന്നുണ്ട്. ആദ്യത്തെ പണി റൂം ഒന്ന് വൃത്തിയാക്കി തൂക്കുത്ത് തുടയ്ക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പാറുവിനെ പിക്ക് ചെയ്യാനായിട്ട് പോകാൻ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുന്നത് കഴുകാനുള്ള തുണികൾ ഫസ്റ്റ് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിടാം. അതാകുമ്പോഴത്തേന് ഞാനിവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തുണി ഉണങ്ങുന്നില്ല, തുണി കഴിയും. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനില്ല. പിന്നെന്താണ്, പിന്നെ ഇങ്ങനെ വന്ന് മടി പിടിച്ച് തീക്കണ്ടാവും, ഇങ്ങനെ വന്നങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് മടി പിടിക്കാൻ സമയമില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഓൾറെഡി ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. ഓണം സീസൺ ആവുന്നത് കൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് വർക്കും ബിസിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കിനി മടി പിടിച്ചിരിക്കാൻ സമയമില്ല. ആദ്യമേ തന്നെ നമുക്ക് തുണി കൊണ്ടുവന്നിടാം. അവിടെ ലൈറ്റില്ല കേട്ടോ, ടെറസിൻ്റെ മുകളിൽ ലൈറ്റില്ല. ഞാൻ ആക്ച്വലി ഇവിടെ താഴെ നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെറസിൻ്റെ മണ്ടല്ല വെച്ചേക്കണം. അവിടെ ആണെങ്കിൽ ലൈറ്റില്ല, ഫോണിൻ്റെ വെട്ടം അടിച്ചിട്ടാണ് ഞാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി തുണി ഇട്ടിട്ട് വരാം. ഇന്ന് മൊത്തത്തിൽ വെള്ളിയാണ് കേട്ടോ. അപ്പം ഞാൻ പോയി തുണി ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം. വന്നിട്ട് നമുക്ക് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വായോ. അലക്കാനുള്ള തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ വന്ന് എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പാണ് അത്. ഞാൻ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. പിന്നെ ചെറിയ ഹെമ്മിങ് പരിപാടിയും ഓൾട്രേഷൻ പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് മടക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഓടി വന്ന് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. എന്നിട്ട് റൂമിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങൾ, അതായത് കുറച്ച് ഗ്ലാസ്, വെള്ളം കുടിച്ച ബോട്ടിൽ, അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കിച്ചണിലോട്ട് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ടേബിൾ വൃത്തിയാക്കാൻ തുടങ്ങി കേട്ടോ. ടേബിൾ വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നല്ല അടിപൊളിയായിട്ട് യൂട്യൂബിൽ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ടേബിൾ വൃത്തിയാക്കുന്നത്. എന്തെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോയോ പാട്ടോ എന്തെങ്കിലും ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ടേബിളൊക്കെ പൊടി ഉണ്ടാവും, എപ്പോഴും ടേബിളിൽ പൊടി ഉണ്ടാവും കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നനഞ്ഞ തുണി വെച്ച് ഞാൻ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡ് ടേബിളിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചത് അടുത്ത് വിരിക്കാനുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ സൈഡ് ടേബിളും ഒന്ന് സെറ്റാക്കി എടുത്തു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കുകയാണേ. എനിക്ക് എപ്പോഴും തൂക്കുമ്പോഴത്തേനുണ്ടല്ലോ എല്ലാ ഭാഗത്തെയും പൊടി പോകണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ ഞാൻ ഡോറിൻ്റെ പിന്നിലും ബെഡിൻ്റെയും മേശയുടെ ഒക്കെ അടിഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് തൂക്കാറുണ്ട്. എന്നിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ടേബിൾ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ലാപ്പും ബുക്സും എല്ലാം കൂടി എടുത്ത് ടേബിളിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കർട്ടനൊക്കെ മാറ്റിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്, കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല, ഇവിടെ ഭയങ്കര ചൂടാണ്, ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ്, നമ്മൾ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഞാൻ അലക്കാനായിട്ട് കൊണ്ടുവന്നിട്ടു. ഇനി അടുത്ത് വിരിക്കാൻ പോകുന്ന ബെഡ്ഷീറ്റ് ഇതാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡിൽ വിരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് കിടന്നോളും. അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് ആരുടെ അടുത്താണ് സംസാരിക്കുന്നതെന്ന് അറിയോ? എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു കോൾ അച്ഛൻ്റെതും ഒരു കോൾ അമ്മയുടേതും പതിവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. ഞാൻ കണ്ടോ, വിരിച്ചത് കണ്ടില്ലേ, നല്ല കംഫർട്ടബിളായിട്ട് കിടന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ ഒരെണ്ണം എലാസ്റ്റിക് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുത്താലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പില്ലോ കവറൊക്കെ വെച്ച് ബെഡ് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു റൂം ഒന്ന് സുഗന്ധം പരക്കട്ടെ എന്ന്. പിന്നെ ഞാൻ ഈ കുന്തിരിക്കവും കൂടി ഒന്ന് കത്തിച്ച് വെച്ചേട്ടാ. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ്. എന്നിട്ട് ഞാൻ മാറ്റ് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടും ബെഡിൻ്റെ സൈഡിലായിട്ടും ഒക്കെ മാറ്റൊക്കെ സെറ്റ് ചെയ്തു. ദേ കണ്ടോ, റൂം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ഏത് നേരം റൂം എനിക്ക് ഇങ്ങനെ കിടക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ദേ ഗൈസ്, കുന്തിരിക്കവും കത്തിച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ റൂം ദേ കണ്ടോ, ഓൾമോസ്റ്റ് നന്നായിട്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ പണിയൊക്കെ ചെയ്യുന്നത് പാറുവാനായിട്ടാണ്. തുടയ്ക്കുന്നതല്ല, തൂക്കാറുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റുക, ടേബിൾ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന പാറുക്കുട്ടിയാണ്. അപ്പോൾ അവൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്തത്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് കയറാം. എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അടുക്കളയിലോട്ട് പോവാം.
ആക്ച്വലി കേസ് എനിക്ക് വലിയ പണിയൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇതെല്ലാം ഞാൻ കഴുകി തോരാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിരിക്കണം. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കഴുകാൻ. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഫുഡ് ഞാൻ ഉണ്ടാക്കാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം ഇന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇത് ഒതുക്കിയിട്ട് എനിക്ക് പോകണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ആദ്യം ഇതെല്ലാം പറക്കി വെച്ചിട്ട് പാത്രം കഴുകാം. പിന്നെ സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, ടൈമിനനുസരിച്ചിട്ട് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് പാറക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാനൊരു ടംബ്ലർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഭയങ്കര അടിപൊളി ക്വാളിറ്റിയിലും ഭയങ്കര സൂപ്പറായിട്ട് വന്നതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടംബ്ലർ ഓർഡർ ചെയ്തിട്ട് അതേ ഒരു കപ്പ് ടൈപ്പിലെ ടംബ്ലറാണ്. ഇത് ഇതുപോലെ സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട് അതിൽ. അത് മാത്രമല്ല നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഐസ് വെള്ളമാണ് വെച്ച് കുടിക്കാറ്. ചൂടുവെള്ളം ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല കേട്ടോ. ഇതിൻ്റെ അടപ്പ് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ടംബ്ലറാണ്. ഭയങ്കര യൂസ്ഫുള്ളുമാണ് കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇതിലാണ് വെള്ളം കുടിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ ഇട്ടേക്കാം. റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പെല്ലാം ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പാത്രം കഴുകാനുള്ള അങ്കത്തട്ടിലൂടെ ഇറങ്ങിയിരിക്കുകയാണ്. പാത്രം കഴുകുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡിലുള്ള സ്ലാബും അതിൻ്റെ വോളുണ്ടല്ലോ, വോളിൻ്റെ അവിടെ ടീലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും കേട്ടോ. ചറപ്പറേന്ന് അങ്ങ് കഴുകിയെടുക്കും. എനിക്ക് ഈ കിച്ചണിലോട്ടല്ല ഒത്തിരി നേരം നിന്ന് പണിയെടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികൾ തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിയാൽ മതി എന്നുള്ളൊരു മനോവികാരത്തിലാണ് ഞാൻ ഇന്ന് കഴുകാറ്. അതുകൊണ്ട് തന്നെ കിച്ചണിലെ പണികൾ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ തീർക്കാറുണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, ഞാൻ ആ സ്ലാബും ഒക്കെ ഞാനങ്ങ് അപ്പോൾ തന്നെ അങ്ങ് കഴുകിയിടും. ഗ്ലൗസ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സോപ്പിൻ്റെ അലർജി ഉണ്ടടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടേക്കുന്നത്. ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്ലൗസ് ഇട്ട് കഴുകുന്നത് നല്ല ചേഞ്ച് ഉണ്ട് പക്ഷേ ഗ്ലൗസ് ഇട്ട് കഴുകുന്നതിൽ. അപ്പോൾ ദേ എൻ്റെ പാത്രം കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. എല്ലാം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ക്ലീൻ ആക്കി. ഇനി ഓടിപ്പോയി മേലെ എഴുതി തരാം. കാരണം ഇനി എനിക്ക് ഇവിടെ നിന്ന് നെടുമങ്ങാട് വരെ പോകണം പാറുക്കുട്ടിയെ വിളിക്കാനായിട്ട്. അപ്പോൾ ഓടിപ്പോയി മേലെ എഴുതി തരട്ടെ. പെട്ടെന്ന് തന്നെ മേലെ എഴുതി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഗൈസ്, ഞാൻ റെഡിയായി. ജസ്റ്റ് ഒന്ന് മേലെ എഴുതിയതേ ഉള്ളൂ, തല കഴുകിയിട്ടില്ല കേട്ടോ. ചുമ്മാ തലമുടി അഴിച്ചിട്ടേക്കണമെന്നേ ഉള്ളൂ. ഞാൻ റെഡിയായി. അങ്ങോട്ട് ഭയങ്കര തണുപ്പായിരിക്കും. നോർമലി അങ്ങോട്ട് നല്ല തണുപ്പാണ്. അതുകൊണ്ട് സ്വെറ്റർ കണക്കത്തൊരു ഉടുപ്പും നോർമലൊരു പാൻറ്റും എടുത്തിട്ട് ഒട്ടും മാച്ചിങ് അല്ല, എന്നാലും സാരമില്ല. അപ്പോൾ പോയിട്ട് വരാം, പാറുക്കുട്ടിയെ വിളിച്ചിട്ട് വരാം. ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നേ. ആകെ ഈ ഒരു കട മാത്രം തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വാങ്ങിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. കുഞ്ഞയ്ക്കും പിള്ളേർക്കും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ട് പിന്നെ ഞാൻ ഫ്രൂട്ട്സും പാലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചത്. കാരണം അവിടെ സ്നാക്സ് ഐറ്റംസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സും പാലും ഒക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് നെടുമങ്ങാട് സർക്കിളാണേ. അവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സ്പെഷ്യല്? ചോറും നമുക്ക് സാമ്പാറും അച്ചാറും. ഓ, എനിക്ക് വയ്യ. ദിസ് ഈസ് ഫോർ യു. ടോപ്പാണോ? അല്ല, അതേതാണ്ടോ. ദിസ് ഈസ് ഫോർ യു. ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മുടെ മ്യൂസിയത്തിനടുത്തുള്ള പള്ളിയാണ് ഇത്. എനിക്ക് ഈ പള്ളി രാത്രി വ്യൂ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വിശക്കുന്നു ഗൈസ്, വല്ലതും കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ നേരെ വെള്ളയമ്പലത്തുള്ളൊരു തട്ടുകടയിലോട്ട് പോയി. തട്ടുകടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു, ഇത് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കറികളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചു. കൊള്ളായിരുന്നു. ഏകദേശം ഓക്കെ ആണെന്നേ പറയാൻ പറ്റും. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. കുറച്ച് നേരം നിന്ന് കഴിച്ച് തളർന്നപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരുന്നേട്ടാ. അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഫ്രൈ ചിക്കൻ കടയിൽ നിന്ന് പാറുക്കുട്ടിക്ക് ചിക്കൻ ഫ്രൈ അല്ല ലോലിപോപ്പ് വാങ്ങിയേ. ലോലിപോപ്പാണ് വാങ്ങിച്ച, ചിക്കൻ ലോലിപോപ്പ്. വന്ന പാടെ ഞാൻ ഓടിപ്പിടച്ച് പോയി പല്ല് തേച്ചോട്ടെ. എനിക്ക് പല്ല് തേച്ചാ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ചിക്കൻ കഴിച്ചതാണ് ഗൈസ്, ചിക്കൻ ഫ്രൈ കഴിച്ചത്. ഉച്ചയ്ക്ക് മീൻ കഴിച്ചപ്പോഴത്തേനും വെറുതെ ചോറും മോരേറിയും കഴിച്ചാലും ചോറ് പല്ലിൻ്റെ ഇടയിൽ കയറും. ഇപ്പം ഇങ്ങനെ പല്ല് ഗ്യാപ്പ് അടയാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഈ വലിയ ഗ്യാപ്പെല്ലാം ചെറിയ ചെറിയ ഗ്യാപ്പുകളായി.
അതിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് വേദന എടുക്കും. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ബ്രഷ് ചെയ്താൽ അതുകൊണ്ട് ഞാനിപ്പോൾ ബ്രഷും പേസ്റ്റും കയ്യിൽ കൊണ്ട് നടക്കും. പേസ്റ്റിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ബ്രഷ് വെച്ച് പിടിച്ചാൽ മതി. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു പല്ലിക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പേസ്റ്റും കൂടെ കൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇതേ പാറക്കുട്ടി ഭയങ്കര എഴുത്താണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, നല്ല ഉറക്കം വരുന്നുണ്ട്. ലോലിപ്പോപ്പ് വാങ്ങിച്ചിട്ട് വന്നു പാറക്കുട്ടിക്ക്. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പല്ല് തേച്ചിട്ടാണോ കഴിക്കണമെന്ന് നിങ്ങൾ ചോദിക്കരുത്, കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെള്ളിച്ചതാണ്. അപ്പം ലോലിപ്പോപ്പ് ഒന്ന് കഴിക്കാം. ഗൈസ്, ആക്ച്വലി ഇന്ന് എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് സാധനം വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇതൊരു ലെതർ ടൈപ്പ് ബാഗാണ്. ലെതർ തന്നെയാണ്, ഭയങ്കര ക്വാളിറ്റി ഉള്ള ലെതർ അല്ല, പക്ഷെ ലെതറാണ്. അതിൽ എനിക്കുണ്ടല്ലോ ഈ ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ലെതർ വന്നിട്ട് ഗോൾഡൻ കളർ സിബ് വരുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് വാലറ്റ് ആണെങ്കിലും കുഞ്ഞു പേഴ്സ് ആണെങ്കിലും ബാഗ് ആണെങ്കിലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തപ്പി മീഷോന്ന് കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റാണിത്. ആക്ച്വലി ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വലിയ ബാഗാണ്, അതും ഒരു ലെതറിന്റെ ബാഗ് തന്നെയാണ്. പക്ഷെ ആ ഒരു വലിയ ബാഗാണ് ഞാൻ യൂസ് ചെയ്യണം. എനിക്ക് ആ ബാഗിനകത്ത് കൊള്ളാൻ കണക്കിനുള്ള സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല ഡെയിലി. കാര്യം എന്താണെന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കണേ. അപ്പോൾ എനിക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ അതിനകത്ത് ഞാൻ വെക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് വേണമെന്നുള്ള മൊബൈൽ വെക്കും, പിന്നെന്താണ് ചീപ്പ്, ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് ആ വലിയ ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ചെറിയ ബാഗ് വേണമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനേക്കാളും വലിയ യൂസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേന് ഫോൺ വന്നാൽ ഞാൻ അറിയുന്നില്ല. കാരണം വണ്ടിക്ക് അകത്ത് വെച്ചിട്ടാണ്, ഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫോൺ വരുമ്പോഴത്തേനും ഞാൻ അറിയുന്നില്ല. മറ്റേത് എന്താണ് അല്ല, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോക്കറ്റുള്ള ഡ്രസ്സൊന്നും ആവണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കത് കുറച്ച് ഇതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോൺ വെക്കാനായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിടാൻ കണക്കിന് ചെറിയൊരു ബാഗ് വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തപ്പിയിട്ട് കണ്ടുപിടിച്ച ബാഗാണ് ഗൈസ് ഇത്. ഇതിൻ്റെ ലെതർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ഡീറ്റെയിലിങ് ചെറിയൊരു ഒരു ബോർഡർ പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തേക്കാണ്. പിന്നെ ഒരു ഗോൾഡൻ കളറിൽ എന്തോ ഒരു ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളി. ഇതിൻ്റെ വള്ളി വന്നിട്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ബ്രൗൺ കളറാണ്. ഈ ബ്രൗൺ സെയിം ബ്രൗൺ ആണ്. പിന്നെ ഇത് കുറച്ച് ചെറിയ മൊബൈൽ ബാഗാണെന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ചൊന്ന് വലുതാണ്. ഇതിൽ രണ്ട് അറയുണ്ട്. ഫസ്റ്റ് അറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ നോർമൽ സ്കൂൾ ബാഗിലൊക്കെ വരില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയാണ് അകത്ത്. പഞ്ഞിയല്ല, ഫോമാണ് അകത്തുള്ളത്. ഇത് ഇങ്ങനെ ഒരു പ്ലെയിൻ അറയാണ്. രണ്ടാമത്തെ അറ വന്നിട്ട് ഇങ്ങനെയാണ്, സെയിം ഇത് തന്നെ. പക്ഷെ ഇതിൽ എക്സ്ട്രാ ഒരു ഇതും കൂടെ ഉണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടോ, എക്സ്ട്രാ ഒരു അറയും കൂടി ഉണ്ട്. സിബൊന്നുമില്ല, ചുമ്മാതെ. ആ ഫോൺ എന്തേലും പറൂ അമ്മയുടെ. നിന്റെ കയ്യിൽ മതി, നിന്റെയും കൊടുത്താ. ഇതേ കണ്ടോ, ഒരു ഫോണല്ല, ഒരു 3-4 ഫോണ് നമുക്ക് സുഖമായിട്ട് വെക്കാം. ഞാൻ 2 ഫോൺ ഇട്ടിട്ടുണ്ട്, എൻ്റെയും പാറിൻ്റെ. പിന്നെ അത്യാവശ്യ സാധനങ്ങളും വെക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര 2 ഫോൺ വെച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ എമൗണ്ട് ആക്ച്വലി ഞാൻ മറന്നുപോയി, ഞാൻ നോക്കിയിട്ട് എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിത് പൊട്ടിച്ചില്ല, എനിക്ക് ബാഗ് പൊട്ടിക്കണമെന്നുള്ള എക്സൈറ്റ്മെൻറ്റോടെ ഞാനങ്ങ് പൊട്ടിച്ചേട്ടാ. ഇത് ഓൾറെഡി എനിക്കറിയാം. ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്ലാനർ ബുക്ക്, എന്തോ ബുക്ക് എന്ന് പറയുമ്പോഴാണ് ഡെയിലി പ്ലാനർ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനർ ബുക്കാണ് വന്നത്. ഇത് പാറക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനർ ബുക്കാണ് കേട്ടാ. ഇതിലൊരു പെന്നും ഉണ്ടടി, പെന്നുണ്ട് കേട്ടോ, എക്സ്ട്രാ ഒരു പെന്ന് കിട്ടിയിട്ടുണ്ട്. ഓ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം അല്ല ഗൈസ് വന്നത് എന്നാണ് എനിക്ക് അല്ല, ആണ്. പക്ഷെ ഞാനിത് ഓർഡർ ചെയ്ത സമയത്തുണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ട് ഷീറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു അവര്. ഇങ്ങനെ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടെന്നുള്ളത് കാര്യമേ എനിക്കറിയത്തില്ലായിരുന്നു. താജ്മഹൽ എന്തൊക്കെ കുറേ സംഭവങ്ങൾ ഇടാം.
എന്നിട്ട് എന്താണ് ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എഴുതിയിരിക്കണം. അകത്ത് കണ്ടോ ഗൈസ്, നല്ല അടിപൊളി ക്യൂട്ടിയാണ്. ടെഡി ബിയർ ഉണ്ട്, പിന്നെന്താണ്, ടെഡി ബിയറാണ് ഏറ്റവും കൂടുതലുള്ളത്. ഡെയിലി പ്ലാനർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയാക്കി ഇതിനെ കാണിക്കാം കേട്ടോ. പിന്നെ ടുഡേസ് ഗോള്, ടു ഡു ലിസ്റ്റ്, ഡേറ്റ് ഉണ്ട്, ടാസ്ക് ഉണ്ട്, റിമൈൻഡർ ഉണ്ട്, മൂഡ്, ടുഡേസ് മൂഡ്, അങ്ങനെ പറഞ്ഞിട്ട് മൂഡ് ട്രാക്കറോ, ഓക്കെ. അങ്ങനെ നല്ല ഭയങ്കര അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക് കേട്ടാ. ഇതിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ബുക്കിനെക്കാളും പേജസ് കൂടുതലുണ്ട്, കുറച്ചും കൂടി പേജസ്. എല്ലാ പേജും ഒരുപോലെ തന്നെയാണ്, സെയിം, ഭയങ്കര